ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഡയാലിസിസ് കേന്ദ്രം നിർമ്മിക്കുന്നു. പീസ് ഹോം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് കേന്ദ്രം നിർമ്മിക്കുന്നത്. പ്രദേശവാസിയായ KP ഉമർ ഹാജി സൗജന്യമായി നൽകിയ 2 ഏക്കർ സ്ഥലത്താണ് ഡയാലിസിസ് കേന്ദ്രം നിർമ്മിക്കുന്നത്. ജീവകാരുണ്യ സേവന രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന പീസ് ഹോം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് കേന്ദ്രം നിർമ്മിക്കുന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പോക്കുപടിയിലാണ് ഡയാലിസിസ് കേന്ദ്രം നിർമ്മിക്കുന്നത്. 7000 ചതുരശ്ര അടി വിസ്തീർണമുള്ള 2 നില കെട്ടിടമാണ് ഒരുങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ 10 ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കും. പ്രതിദിനം 30 പേർക്ക് ഡയാലിസിസ് സേവനം ലഭ്യമാക്കാനാണ് ലക്ഷ്യം. പ്രദേശവാസികളുടെയും പ്രവാസികളുടെയും സഹായ സഹകരണങ്ങളോടെയാണ് ഡയാലിസിസ് സേവന കേന്ദ്രം നിർമ്മിക്കുന്നത്. ഡയാലിസിസ് സെന്ററിന്റെ കുറ്റിയടിക്കൽ KNA തങ്ങൾ നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, മെമ്പർമാരായ മുഹമ്മദ് അലി, ദിവ്യ, മുജീബ്, പീസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് അംഗങ്ങളായ KP ഉമർ ഹാജി, ചെയർമാൻ ഉബൈദ് അൻവരി, സെക്രട്ടറി ഷാനവാസ് ഹാജി, അബ്ദുള്ളക്കുട്ടി, ആലിക്കുട്ടി ഹാജി, KH ഗഫൂർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ഞങ്ങൾ കാരക്കാടെ ഒരു മനുഷ്യസ്നേഹി ജീവിച്ചിരുന്നു, സെയ്ദലി ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ നാമത്തിൽ കാരക്കാടുള്ള സുഹൃത്തുക്കൾ കൂടി സെയ്ദലി ഉസ്താദ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ വിപുലീകരിച്ചുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കുറേ ചെറുപ്പക്കാരും കുറേ കച്ചവടക്കാരും ഇന്ന് സന്മനസ്സുള്ള സുഹൃത്തുക്കളെ കൂടിയിട്ട് ഒരു പ്രസ്ഥാനത്തിന് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ നാമം പീസ് ഹോം എന്നാണ്. അവിടെ നിന്ന് കുറ്റിയടി നടന്നിരിക്കുകയാണ്. ഈ നാട്ടിലെ സന്മനസ്സുള്ള എല്ലാവരുടെയും സഹായത്തോടെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇതിനെ വലിയൊരു സംരംഭമാക്കി മാറ്റാൻ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും കൂടെയുണ്ട്. കൂടാതെ ഇതിന് വേണ്ട സ്ഥലം ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഓഫർ തന്നത് നമ്മളെ മലബാർ TNTയുടെ ചെയർമാൻ ഉമർ ഹാജിയാണ്. അതുപോലെ ഒരുപാട് മെഷീനറി, ഡയാലിസിസ് മെഷീനൊക്കെ ഓരോരുത്തരും ഓഫർ തന്നിട്ടുണ്ട്. 10-16,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബിൽഡിങ്ങിനാണ് ആദ്യമായിട്ട് ഇന്ന് കുറ്റിയടിച്ചിട്ടുള്ളത്. ഇത് ഒരുപാട് വിപുലീകരിച്ച് വലിയ മുന്നോട്ട് പോകാനുള്ള സംരംഭമായിട്ടാണ് ഞങ്ങളെല്ലാം കണക്കാക്കിയിട്ടുള്ളത്. ഡയാലിസിസ് സെൻറ്റർ മാത്രമല്ല, നിർദ്ധരായ രോഗികൾക്കുള്ള ചികിത്സ സഹായം, അതിലുപരി ഈ ഓട്ടിസം, വൃദ്ധ സദനം, എല്ലാ രീതിയിലുള്ള സഹായങ്ങളും സൗജന്യമായിട്ട് എല്ലാവരും സന്മനസ്സോടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.